അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ഏ മുഅ്മിനേ, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തരണമെന്നാണോ? നാളെ അല്ലാഹു സ്വർഗ്ഗനരകങ്ങളെ വേർതിരിക്കുന്ന ഒരു ദിവസത്തില് പടച്ച റബ്ബിന്റെ മഹ്ശറയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന സമയത്ത് നന്മതിന്മകൾ എഴുതിയ കിതാബുകൾ നിന്റെ വലം കൈയിലോ ഇടം കൈയിലോ എന്നറിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് മുഅ്മിനേ, പടച്ച റബ്ബ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങൾ പുറത്തു തരണമെന്നാണോ നീ വിചാരിക്കുന്നത്? ദുനിയാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ചില വിഷയങ്ങളുണ്ട് വാപ്പാ. ചുരുങ്ങിയ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുപോയ പാപങ്ങളെ നമുക്കൊന്ന് പൊറുപ്പിച്ചെടുക്കാൻ എന്താണ് വഴിയെന്നറിയണ്ടേ? ജീവിതത്തിന്റെ അനക്കത്തിലും അടക്കത്തിലും ഊണിലും ഉറക്കിലും രാത്രിയിലും പകലുമല്ല പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ് വാപ്പാ, നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ നിനക്ക് അല്ലാഹു പുറത്തു തരണോ പെങ്ങളെ? കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് സദാ നിങ്ങൾ കൈകൾ ഉയർത്തുന്നവരല്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമത് നിങ്ങളോട് പറഞ്ഞ നിബന്ധന എന്തെന്നറിയോ? അത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ പടച്ച റബ്ബ് പറഞ്ഞ ഒന്നാമത്തെ നിബന്ധന ഏതെന്നറിയുമോ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട ഹാദി തങ്ങൾ തന്റെ ഉദ്ഘാടന ഭാഷണത്തിലൂടെ കടന്നു പോകുമ്പോ അവിടുന്ന് സൂചിപ്പിച്ച അർത്ഥവത്തായ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലയോ? ഈ സമുദായത്തിന്റെ ധർമ്മമാന പ്രയാസങ്ങളിലൂടെയും ഈ സമുദായം കടന്നുപോയത്, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലൂടെയും ഈ സമുദായം കടന്നുപോയത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതൊരു ഇലാഹില്ലെന്ന് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു പറഞ്ഞപ്പോ അവിടെയല്ലയോ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്? അവിടെയാണ് വിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലണമല്ലോ. കേവലം പാരായണം ചെയ്തിട്ട് മാറ്റിവെക്കാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ ചരിത്രങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിൽ കൽപ്പനകളുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിരോധനങ്ങളുണ്ട്. സത്യാസത്യങ്ങളെ കൃത്യമായി വേർതിരിച്ചു പറഞ്ഞു തരുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞ ഓരോ നിബന്ധനകളും നമ്മുടെ മുമ്പിൽ അടിവരയിട്ടിട്ട് പറഞ്ഞു തരികയാണ് വാപ്പാ. ഖുർആനിന്റെ ആഴങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചുകൂടെ? ഖുർആനിൽ നമുക്കൊന്ന് ഹൃദയത്തിലേറ്റിക്കൂടെ? ജീവിതത്തിന്റെ ദുരന്തമുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോ, പാപപങ്കിലമായ ജീവിതം നമ്മൾ നടത്തുമ്പോ നമുക്കൊന്ന് പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കൂടെ വാപ്പാ? അല്ലാഹുവിന്റെ ഖുർആന് പാപമോചനത്തിന്റെ ഒന്നാമത്തെ വഴിയ നിന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എന്തെന്നറിയോ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന സർവ്വ പാപങ്ങളോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് പുറത്തു തരണോ പെങ്ങളെ? നിന്റെ പാപങ്ങൾ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരണോ? ഒന്നാമത്തെ നിബന്ധന അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതൊരു ഇലാഹില്ലെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് എപ്പോഴാ? പടച്ച റബ്ബിനെ വിശ്വസിക്കുന്നത് എപ്പോഴാണ്? സത്യാസത്യങ്ങളെ വേർതിരിച്ചു നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാ? അല്ലാഹു പറയുകയാ, അപ്പോഴാണ് നിനക്ക് പടച്ച റബ്ബ് മഗ്ഫിറത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് തരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താ? ഈ ദുനിയാവിൽ ചെയ്തതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാം, നിന്റെ ജീവിതത്തിൽ വന്നുപോയതെല്ലാം നിനക്ക് ഞാൻ പുറത്തു തരാം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു വയുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഏ പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായതല്ല
എല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാമെന്നല്ല പറഞ്ഞിട്ടല്ല പറഞ്ഞത് എന്തെന്നറിയോ? അയ്യുശ്റക ബിഹി, നിങ്ങൾ അല്ലാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കാത്ത അവസ്ഥയില് നിന്റെ വാക്കിലോ പ്രവർത്തിലോ ഊണിലോ ഉറക്കത്തിലോ കൗലിലോ ഫിഅലിലോ പടച്ച റബ്ബിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കാത്ത അവസ്ഥയില് നിനക്ക് നിന്റെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞ നിന്റെ ഗതകാല ജീവിതത്തിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ പെങ്ങളെ നിനക്കറിയുമല്ലോ, ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉക്കാളച്ചന്ത കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ച ഉമർ, ഏറ്റവും വലിയ തെമ്മാടിയായി ജീവിച്ച മനുഷ്യനായിരുന്നു ഉമർ. കള്ളും പെണ്ണും കൊലക്കത്തിയുമായി നടന്ന ജാഹിലിയ്യത്തിന്റെ തിന്മകൾ മുഴുവനും സായത്തമാക്കി ജീവിച്ച ഏറ്റവും മോശക്കാരനായ മനുഷ്യനായി ജീവിച്ച ഉമർ അവസാനം മക്ക കുഫാറുകളുടെ അച്ചാരം വാങ്ങിയിട്ട് ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ മുഹമ്മദിന്റെ തലയെടുത്തിട്ടല്ലാതെ തിരിച്ചു മടങ്ങില്ലെന്ന് ലാത്തയുടെയും മുസയുടെയും മുമ്പില് അവരുടെ ആരാധ്യ വസ്തുക്കളുടെ മുമ്പ് സത്യം ചെയ്തിട്ട് തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് എവിടെയാ മുഹമ്മദ്, എവിടെയാ മുഹമ്മദ്, മുഹമ്മദിന്റെ തലയെടുക്കാതെ തിരിച്ചു വരില്ലെന്ന് ഗർജിച്ചിട്ട് പുറപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ രണ്ട് കസരമായി മുറിച്ചു കളയാനുള്ള കുറസത്തോടെ അത്രമേൽ കോപത്തോടെ കടന്നുപോയ ഉമർ അവസാനം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ത്വാഹ മാ അൻസൽനാ, വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു ത്വാഹ പാരായണം ചെയ്തത് കേട്ടപ്പോ ഉമറിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മാനസാന്തരം കടന്നു വരികയാ. ഒരു കുളിർ തെന്നൽ പോലെ ഉമറിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അതുവരെ ഇസ്ലാമിനോട് വല്ലാത്ത ദേഷ്യം വെച്ച അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കൊന്നുകളയാൻ ഉറപ്പിച്ച തന്റെ വാളുമായി കടന്നു വന്ന തടയാൻ ഒരാളില്ലാത്ത അത്രമേൽ സുശക്തനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ കടന്നു വന്നിട്ട് പ്രവാചകന്റെ കൈ പിടിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ സ്വാതല തീരങ്ങളിലേക്ക് കടന്നു വന്ന ഉമർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പെങ്ങളെ നബിയേ, ജാഹിലിയ്യത്തിന്റെ ഉമറിന്റെ ജാഹിലിയ്യത്തിന് അങ്ങേക്ക് അറിയുമല്ലോ നബിയേ, ഞാൻ കൊച്ചുമക്കളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് നബിയേ, കള്ളു കുടിച്ചിട്ടുണ്ട്, മോശമായ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, അവസാനം ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ പ്രവാചകരെ അങ്ങയെ കൊന്നുകളയാന് ഞാൻ എന്റെ ഊരി പിടിച്ച വാളുമായി കടന്നു വന്നവരാ. എന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമോ യാ റസൂലല്ലാഹ്? പ്രവാചകന്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞ ഉമറുൽ ഫാറൂഖ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറേ, നീ ഒരു നിസാര വാക്കല്ല നിന്റെ നാവ് കൊണ്ട് പറഞ്ഞത്. ഒരു നിസാര വാക്കല്ല നിന്റെ നാക്കുകൊണ്ട് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹയല്ലാതെ ഇലാഹില്ലെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് പറയുമ്പോ അവിടെയാണ് വാപ്പാ പടച്ചറപ്പ് നിന്റെ ഗതകാല ജീവിതത്തിന്റെ പാപങ്ങള് നിനക്ക് പടച്ചറപ്പ് പുറത്തു തരുന്നത് എപ്പോഴെന്നറിയുമോ? ഈ പരിശുദ്ധമായ കലിമയാ, പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമുണ്ടല്ലോ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മുസ്ലിം സമുദായത്തിന്റെ ആളുകൾക്ക് എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല, പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരുമെന്നാണ് അവരുടെ ഉസ്താദന്മാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ ലഹരി അതുപോലുള്ള വിഷയങ്ങളിലും തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്ന വിഭാഗത്തിൽ മുസ്ലിം ആളുകളാണ് കൂടുതൽ കാണുന്നത് എന്ന് തൊടുപുഴക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. പലപ്പോഴും ഒരുപക്ഷെ നാമം അങ്ങനെ ചിന്തിക്കാതിരുന്നിട്ടില്ല, ഇല്ലേ?
നിങ്ങൾ എന്ത് ചെയ്താലും, കള്ളു കുടിച്ചാലും പെണ്ണു പിടിച്ചാലും എന്ത് ചെയ്താലും അല്ല പുറത്തു തരും, അല്ല പുറത്തു തരുമെന്നിങ്ങനെ പ്രവാചകന്മാരുടെ പ്രസംഗം നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടാവാം. എല്ലാം ചെയ്താലും കുഴപ്പമില്ല, അല്ല പുറത്തു തരുന്നവനല്ലേ. അള്ളാഹു പുറത്തു തരും. പക്ഷെ അള്ളാഹു പുറത്തു തരുന്നതിന് കൃത്യമായ നിബന്ധനകൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. തൗബയാണല്ലോ വൻ പാപങ്ങളെ പുറത്തു തരാൻ അള്ളാഹു നമുക്ക് നൽകിയത് തൗബയാണ്. ആ തൗബ തോന്നുമ്പോ ചെയ്യാനുള്ളതല്ല. ആ തൗബയ്ക്ക് കൃത്യമായി ഷെറുത്തുണ്ട്. ആ ഷെറുത്ത് പാലിക്കപ്പെട്ടിട്ട് തൗബ ചെയ്യുമ്പോഴാണ് നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നത്. അതിലൊന്നാമത്തെ ഷെറുത്ത്, ഇപ്പൊ ചെയ്ത തെറ്റ് കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞാൻ അതിലേക്ക് കടന്നു പോവില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണമെന്നുള്ളതാണ്. ഇന്ന് തൗബ ചെയ്തു, നാളെ വീണ്ടും ആ തെറ്റിലേക്ക് കടന്നു പോവലല്ല. അള്ളാഹു പറഞ്ഞു പാടില്ല, അതങ്ങനെ തന്നെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. വിശാലമാണ്, ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു പറയാൻ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിരുത്തി ഒന്ന് പറഞ്ഞാൽ അള്ളാഹു പറയാൻ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ജാഹിലിയ്യത്തിന്റെ സർവമാന പാപങ്ങളിലൂടെയും കടന്നുപോയ മനുഷ്യനായിരുന്നു ഉമർ. ഉമറിന്റെ ജാഹിലിയ്യത്തിൽ ഉമർ ചെയ്യാത്ത തെറ്റുകളില്ലത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ഉമറേ നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തന്നു എന്നാണ്. ഉമറിന് സമാധാനമായില്ല, ഉമറിന് സമാധാനമായില്ല. പിൽക്കാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചത് തന്റെ ജാഹിലിയ്യത്തിൽ സംഭവിച്ചു പോയ ആ തെറ്റുകൾക്ക് പരിഹാരമെന്നോളം തന്റെ ജീവിതത്തെ ഒരു പ്രായച്ചിത്തമായിട്ട് ജീവിച്ചു തീർക്കുകയായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങളെ കാണാം, കത്തിച്ചു വെച്ച വിളക്കിന്റെ മുമ്പിലേക്ക് തന്റെ വിരൽ ചേർത്തു വെക്കും ഉമർ. കത്തിച്ചു വെച്ച വിളക്കിലേക്ക്, വൈകുന്നേര സമയത്ത് വെളിച്ചത്തിനു വേണ്ടി കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിലേക്ക് ഉമർ തങ്ങളുടെ കൈ നീട്ടുമായിരുന്നത്രേ. ആ കൈ നല്ലതുപോലെ ചൂട് പിടിക്കുമ്പോ പെട്ടെന്ന് ഉമർ പുറകോട്ട് വലിക്കും. ഭൃത്യൻ ചോദിച്ചു, ഉമറേ എന്തിനാണ് നീ കത്തിച്ചു വെച്ച വിളക്കിലേക്ക് ഇങ്ങനെ വിരൽ കൊണ്ടുപോയിട്ട് ചൂട് പിടിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, സഹോദരാ, ഈ കാണുന്ന ചെറിയ മെഴുകുതിരി നാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ചെറിയ തീ പോലും ഉമറിന്റെ ശരീരത്തിന്റെ ഒരു വിരലിന് താങ്ങാൻ കഴിയണില്ല. പടച്ചറബെങ്ങാനും മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാൽ ഞാൻ എങ്ങനെയാണത് സഹിക്കുന്നത് എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മജൂസിയുടെ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് പൊന്നുമകൻ ഉമറിന്റെ തലയെടുത്ത് മടിയിൽ വെക്കുമ്പോ മകനോട് ആ ഉമറാണ് പറഞ്ഞത്, മോനെ അബ്ദുല്ലാ, എന്റെ തലയെടുത്ത് നീ മണ്ണിലേക്ക് ഇടണം. എന്റെ തല കിടന്നിട്ട് ഈ പച്ച മണ്ണിൽ കിടന്ന് ഉരുളുന്ന കണ്ടിട്ടെങ്കിലും എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നട്ടെ എന്ന് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതം ഒരു പ്രായച്ചിത്തമായിട്ട് ജീവിച്ചു തീർക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം നിനക്ക് പുറത്തു തരികയാണ്. നിന്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരുമ്പോ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരികയാ. നിന്റെ ജീവിതത്തിൽ നിസ്കാരമില്ലെങ്കിലും നോമ്പില്ലെങ്കിലും ഇതര സൽക്രമങ്ങളൊന്നുമില്ലെങ്കിലും പടച്ച റബ്ബ് നിന്റെ പാപങ്ങൾ പുറത്തു തരികയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെങ്കില് ചിന്തിക്കണേ വാപ്പാ, നിത്യേന പാപങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരല്ലേ നമ്മള് കണ്ടതും നമ്മൾ കേട്ടതുമെല്ലാം പാപങ്ങളല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ കൊച്ചാപ്പയായ അബ്ദുൽ മുത്തലിബിന് അല്ലാഹു നൽകാത്ത, അബൂ താലിബിന് പടച്ച റബ്ബ് നൽകാത്ത ഹിദായത്ത് അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നില്ല വാപ്പാ. അല്ലാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലാ മതിയാവാത്തത്. തന്റെ മരണാസന്നനായി കിടക്കുന്ന അബൂ താലിബിന്റെ ചാരത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. കാരണം നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, താല്പര്യപ്പെടുകയാ. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെ അംഗീകരിക്കണേ എന്ന് പറയുമ്പോ അവിടെയാണ് അബൂ താലിബ് പറയുന്നത്, മുഹമ്മദേ, നിന്റെ മതമത് സത്യമാണെന്ന് എനിക്കറിയാം, നിന്റെ അല്ലാഹ് ഏകനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്റെ പൂർവികരുടെ മതം വിട്ടിട്ട് മറ്റൊരു മതത്തിലേക്ക് കടന്നു വന്നാൽ
എന്റെ മരണശേഷം ആളുകൾ എന്നെ കുറിച്ച് മോശമായ അഭിപ്രായം പറയൂ, അതുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരില്ല. അബ്ദുൽ മുത്തലിബിന്റെ മതവും പേറിയിട്ട് ഞാൻ മരിക്കുകയാണെന്ന് അബൂ താലിബ് തന്നെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹബീബായ പ്രവാചകൻ തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടണ്ടാന്ന്, നിങ്ങൾക്ക് പുറത്തു തരാൻ ചോദിക്കാൻ പാടില്ലെന്ന് അല്ലാഹു പറയുന്ന കാലത്തോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അബൂ താലിബിന്റെ ശരീരത്തേക്ക് റിസാലത്തിന്റെ കൈവച്ചിട്ട് തടയാൻ തുടങ്ങുമ്പോ ആകാശത്തിന്റെ മേഘപാളികൾ കീറിമുറിച്ചിട്ട് സയ്യിദുനാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലോട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങ് ഉദ്ദേശിക്കുന്നവർക്കല്ല അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്, പടച്ചറബ് ഇഷ്ടപ്പെട്ടവർക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. നബിയേ, അവിശ്വാസം പേറിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പാപമോചനമില്ല, അവന്റെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹബീബായ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങയാണ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തവന് വേണ്ടി പാപമോചനം തേടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് സാരം. നബിയെ, മുസ്ലിമായിട്ടല്ലാതെ ഈ ലോകത്തു നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ആ മനുഷ്യന് വേണ്ടി അങ്ങ് പൊറുക്കലിനെ തേടല്ല നബിയെ. കാരണം അല്ലാഹു പുറത്തു കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഹൃദയത്തിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കരകൻ അല്ലാഹയല്ലാതെ മറ്റൊരിലാഹില്ലെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് പറയുന്ന മനുഷ്യനോട് അല്ല പറയുകയാണ്, നിനക്കാണ് ഞാൻ പുറത്തു തരുന്നത്. നീ നിസ്കരിച്ചില്ലെങ്കിലും നോമ്പ് പിടിച്ചില്ലെങ്കിലും ഒരു കർമ്മവും നിന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിലോ അല്ല പറയാ, പൊന്നു പോലെ നീ വിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമാണോ, പടച്ചറപ്പ് നിനക്ക് പുറത്തു തരികയാ. നിങ്ങൾക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ കൊന്നുകളയാൻ കടന്നു വന്ന മനുഷ്യനാണ് യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസാൽ. യമാമയുടെ ഭരണാധികാരിയായ മനുഷ്യനാണ് സുമാമത്ത് ഇബ്നു ഉസാൽ. അല്ലാഹുവിന്റെ റസൂലിനെ എവിടെ കണ്ടാലും കൊന്നുകളയണമെന്ന് വിശുദ്ധ ഇസ്ലാമിനോട് മനസ്സിന്റെ ഉള്ളിൽ അത്രമേൽ വിദ്വേഷം വെച്ചു പുലർത്തിയ ആളാണ് യമാമയുടെ ഭരണാധികാരിയായ സുമാമത്ത് ഇബ്നു ഉസാൽ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനെ പതിയിരുന്നിട്ട് കൊന്നുകളയാൻ സുമാമത്ത് ഇബ്നു ഉസാൽ കാത്തിരിക്കുകയാ. പാതിരാത്രിയുടെ മറവിൽ അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ കടന്നു വരുമ്പോ സുമാമത്ത് ഇബ്നു ഉസാൽ തന്റെ അരയിൽ നിന്ന് വാള് വലിച്ചൂരുകയാ. സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് പ്രവാചകന്റെ റിസാലത്തിന്റെ കഴുത്തില് സുമാമത്ത് ഇബ്നു ഉസാൽ തന്റെ വാളോങ്ങുമ്പോ സുമാമയുടെ പിതൃവ്യം വന്നിട്ട് തടഞ്ഞിട്ട് പറയുന്നു, സുമാമ, മുഹമ്മദിനെ നീ കൊന്നുകളയരുതേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ സഹായിക്കുകയാണ്. കഷ്ടിച്ചു പ്രവാചകൻ രക്ഷപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ അവസരം പാർത്തു നിന്ന സുമാമയുടെ മുമ്പിൽ ഒരു അസുലഭ സന്ദർഭം വന്നെത്തിയിട്ട് സുമാമയ്ക്ക് പ്രിയമുള്ളവരെ, ആ അവസരം വിനിയോഗിക്കാൻ കഴിയാതെ പോയതിന്റെ ദേഷ്യം കാരണം പാതിരാത്രി സമയത്ത് പതിയിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും പച്ചക്ക് കൊന്നുകളഞ്ഞു. റസൂലുള്ളാഹിനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, മുഹമ്മദിന്റെ അനുയായികളെ വകവരുത്തുമെന്ന് വിളിച്ചു പറഞ്ഞു. പാതിരാത്രി സമയത്ത് പതിയിരുന്നിട്ട് പ്രവാചകന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും അതാ സുമാമത്ത് ഇബ്നു ഉസാൽ കൊന്നുകളയുകയാ. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ഒരു സഹാബി കടന്നു വരുന്നു, നബിയേ യാ റസൂലല്ലാഹ്, സമാധാന
സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നബിയേ, സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നബിയേ. ഞങ്ങളുടെ സഹാബത്തിൽപ്പെട്ട പലരെയും സുമാമത്ത് ബിൻ ഉസാൽ കൊന്നുകളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന് സഹാബത്ത് ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ സുമാമത്ത് ബിൻ ഉസാലിനെ എവിടെ കണ്ടാലും നിങ്ങൾ കൊന്നുകളഞ്ഞേക്കണേ സഹാബാ. ഊരിപ്പിടിച്ച വാളുമായിട്ട് സുമാമത്ത് ബിൻ ഉസാലിനെ അന്വേഷിച്ചു സഹാബത്ത് പരുതുകയാ. ചിലർക്ക് സുമാമയെ നന്നായിട്ടറിയാം, ചില സഹാബത്ത് സുമാമയെ കണ്ടിട്ട് പോലുമില്ല. ആ സമയത്താണ് സുമാമ ജാഹിലിയ്യത്തിന്റെ ഉംറ നിർവഹിക്കാൻ വേണ്ടി മദീനത്തു നിന്നും മക്കയിലേക്കുള്ള യാത്രാമധ്യേ പാതിരാത്രി സമയത്ത് ഊരിപ്പിടിച്ച വാളുമായി നടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കണ്ടപ്പോ സുമാമയതാ ഈ തപ്പരയുടെ പുറകിലേക്ക് കടന്നു പോയിട്ട് ഒളിച്ചിരിക്കുകയാ. പന്തിയില്ലാത്തൊരു മനുഷ്യനെ കണ്ടപ്പോ സഹാബത്തിന് സംശയം തോന്നുകയാണ്, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ അപരിചിതനായ ഒരു മനുഷ്യൻ എന്താണ് അപ്രതീക്ഷിതമായിട്ട് ചിന്തിക്കാത്ത പലതും ഇങ്ങനെ പാതിരാത്രി ചെയ്യുന്നത്. പന്തികേട് തോന്നിയ സഹാബത്ത് സുമാമത്ത് ബിൻ ഉസാലാണെന്ന് തിരിച്ചറിയാതെ ആ മനുഷ്യനെ ഈത്തപ്പന നാരിൽ ബന്ധിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ മദീനയിൽ കൊണ്ട് കെട്ടിയിടുകയാ. പ്രവാചകൻ വരട്ടെ സുബഹിക്ക്, എന്നിട്ട് റസൂലുള്ള പറയട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. സഹാബത്ത് ഈത്തപ്പനയുടെ കയറുണ്ടാക്കിയിട്ട് സുമാമത്ത് ബിൻ ഉസാലിന്റെ കൈകാലുകളിൽ കെട്ടിയിട്ട് പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ തൂണിൽ ബന്ധിപ്പിക്കുകയാണ് പെങ്ങളെ. പ്രഭാതത്തിന് ബിലാലിന്റെ ബാങ്ക് കേട്ട് മദീനയെല്ലാം ഉണർന്നു. അതാ ഹബീബായ തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാ. ആ സമയത്ത് നോക്കുമ്പോൾ മദീനത്തെ പള്ളിയുടെ തൂണിൽ ഒരു മനുഷ്യനെ ഈത്തപ്പന നാരുകൊണ്ട് സഹാബത്ത് കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. സഹാബത്തിന്റെ മുഖത്തേക്ക് പ്രവാചകനൊന്ന് നോക്കിയിട്ട് ചിരിച്ചു. പിന്നീടാണ് തൂണിൽ ബന്ധിപ്പിച്ച് കിടക്കുന്ന മനുഷ്യനെ നോക്കിയത്. സഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുന്നു, സഹാബാ ഈത്തപ്പന നാരിൽ നിങ്ങൾ ബന്ധിപ്പിച്ചിട്ട് ഈ തൂണിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ സഹാബാ? സഹാബത്ത് പറയുന്നു, നബിയേ പാതിരാത്രി സമയത്ത് പന്തികേട് തോന്നിയപ്പോ, സംശയം തോന്നിയപ്പോ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നയാളാ. ആരാണെന്നറിയില്ല നബിയേ, ശത്രുവാണോ മിത്രമാണോ എന്നറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലും മെല്ലെ പുഞ്ചിരി തൂകിയിട്ട് സഹാബത്തിനോട് പറയുന്നു, സഹാബാ ഇതാരാണെന്നറിയോ? യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ബിൻ ഉസാല. സഹാബത്ത് ഞെട്ടിപ്പോവുകയാണ്. അല്ലാഹ് കണ്ടാൽ കൊന്നുകളയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ശത്രുവല്ലേ. സഹാബത്ത് തന്റെ വാൾത്തലമല്ല അരയിൽ നിന്ന് വലിച്ചൂരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട സഹാബത്തെ, ആ മനുഷ്യനോട് മോശമായ വാക്ക് പറയരുത്, ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തരുത്, ആ മനുഷ്യന് വേണ്ട വിധത്തിലുള്ള സൽക്കാരങ്ങൾ ചെയ്തു കൊടുക്കണേ. സഹാബത്ത് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ഭാര്യമാരോട് പറയുകയാ, 3 ദിവസം സുമാമത്ത് ബിൻ ഉസാല് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കസ്റ്റഡിയിലാണ്. ഓരോ ദിവസവും സുമാമത്ത് ബിൻ ഉസാലിന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കൂ. വൈകുന്നേരമാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നിട്ട് ചോദിക്കുമത്രേ, മാതാ ഇൻദകയാ സുമാമാ, സുമാമാ നിന്റെ വിശേഷങ്ങൾ എന്താണ് സുമാമാ? ഇന്ദി മുഹമ്മദുൻ ഖൈർ, മുഹമ്മദേ എനിക്ക് സുഖമാണ്. നീ എന്നെ കൊല്ലാനാണ് ഉത്തരവിടുന്നെങ്കിൽ ഞാൻ കൊല്ലപ്പെടാൻ അർഹതപ്പെട്ടവനാണ്. കാരണം ഞാൻ നിന്റെ സഹാബിമാരിൽപ്പെട്ട പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. നീ എന്നെ വെറുതെ വിട്ടാൽ ഞാൻ നന്ദിയുള്ളവനാ. നിനക്ക് സമ്പത്ത് വേണോ? സമ്പത്ത് തരാം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസവും ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോ പ്രവാചകന്റെ 1ാമത്തെ ചോദ്യം തന്നെ ആവർത്തിച്ചു, മാതാ ഇൻദകയാ സുമാമാ, സുമാമാ നിന്റെ വിശേഷങ്ങൾ എന്താ? 1ാമത്തെ ദിവസം പറഞ്ഞ മറുപടി തന്നെ സുമാമ ആവർത്തിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല, തിരിച്ചുപോയി. 3ാമത്തെ ദിവസവും സുമാമയോട് പ്രവാചകൻ വന്ന് ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമാ, നിന്റെ വിശേഷമൊന്ന് പറയൂ സുമാമ. സുമാമ പറഞ്ഞു, മുഹമ്മദേ എനിക്ക് സുഖമാണ്, സുഖമാണ്.
ഉത്തരവിടുകയാണ്, നീ എന്നെ കൊന്നുകളയാനാണ് ഉത്തരവിടുന്നെങ്കിൽ കൊല്ലപ്പെടാൻ ഞാൻ അർഹനാണ്. നിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. സുമാമയുടെ സ്വപ്നത്തിൽ പോലും സുമാമ വിചാരിച്ചിട്ടില്ല അബൂബക്കറും ഉമറും ഉസ്മാനും അലിയുമുള്ള ഇസ്ലാമിന്റെ പോർക്കളത്തില് തന്റെ വാളുകൊണ്ട് മാസ്മരീകത കാണിക്കുന്ന സഹാബത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് സുമാമ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. സുമാമ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അബൂബക്കറിന്റെ വാള്, സുമാമ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉമറിന്റെ വാള്. അബൂബക്കർ എന്നെ വെറുതെ വിട്ടാലും ഉമർ വിടൂല, എന്നെ കൊന്നുകളയുമെന്നുള്ളത് തീർച്ചയാണ്. അവിടെയാണ് റിസാലത്തിന്റെ നാവ് മന്ത്രിച്ചത്. സഹാബത്തെ, സുമാമയുടെ കൈകാലുകളിലെ കെട്ടുകൾ നിങ്ങൾ അഴിക്കണേ, സുമാമയെ നിങ്ങൾ സ്വതന്ത്രനാക്കുക. സുമാമ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോക്കോട്ടെ. സുമാമയുടെ ഹൃദയത്തിനുള്ളിൽ വല്ലാത്തൊരങ്കലാപ്പ്. കൊല്ലാനാണോ വളർത്താനാണോ അറിയില്ലല്ലോ. എന്തിനാണ് മുഹമ്മദ് എന്നോട് വിശാലത കാണിക്കുന്നത്? സുമാമത്ത് ഇബ്നു ഉസാലത സഹാബത്തിന്റെ മുമ്പ് നിന്ന് തന്റെ ഒട്ടകപ്പുറത്തു കീഴിൽ രക്ഷപ്പെടുകയാ. തന്റെ ഒട്ടകം മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുമ്പോ സുമാമയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഹിദായത്തിന്റെ കുളിർക്കാറ്റ് വീശുകയാ. സുമാമ തന്റെ ഒട്ടകപ്പുറത്ത് താഴേക്ക് ഇറങ്ങി. പെങ്ങളെ, ജന്നത്തുൽ ബഖീയുടെ ചാരത്തുള്ള ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് സുമാമ തന്റെ കൈകാലുകൾ വൃത്തിയാക്കി സുബ്ഹാനല്ലാഹ് തിരിച്ചു നടക്കുകയാണ് മദീനത്തെ പള്ളിയിലേക്ക്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തുൻ നബവിയില് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരുമിച്ചിരിക്കുമ്പോ ശത്രുപക്ഷത്തു നിന്ന് കടന്നു വന്ന മനുഷ്യനെ സ്വതന്ത്രരാക്കി വിട്ടിട്ട് ആ മനുഷ്യനും പിന്നെയും അതാ കടന്നു വന്നിരിക്കുന്നുവോ. എന്തിനാണ് സുമാമ കടന്നു വന്നതെന്നറിയാതെ സഹാബത്ത് ആശ്ചര്യത്തോടെ ഇരിക്കുമ്പോ സുമാമയുടെ കണ്ണുനീര് ബാഷ്പകണങ്ങൾ പോലെ വെളിയിലേക്ക് ഒഴുകുകയാ. റസൂലുള്ളാഹിന്റെ കൈ പിടിക്കുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാ കൊന്നുകളയാൻ തീരുമാനിച്ച സുമാമ ഹിദായത്തിന്റെ വാതായനങ്ങൾ പടച്ച റബ്ബ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുറന്നിട്ട് കൊടുത്തപ്പോ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു സുമാമത്ത് ബിൻ ഉസാല്. ചോദിക്കുന്നു സുമാമത്ത് ബിൻ ഉസാല്, നബിയേ, ഞാൻ അങ്ങയുടെ സഹാബത്തിൽപ്പെട്ട പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്, അങ്ങനെ കൊന്നുകളയൂ നബിയേ, കൊല്ലാൻ ഉത്തരവിടൂ നബിയേ. അങ്ങയുടെ സഹാബത്തിനെ കൊന്നുകളഞ്ഞവനാ സുമാമത്ത് ബിൻ ഉസാല്. അല്ലാഹുവിന്റെ റസൂൽ സുമാമത്ത് ബിൻ ഉസാലിനോട് പറയുന്നു, സുമാമാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ പരിശുദ്ധ കലിമ നിന്റെ വാക്കുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞപ്പോ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ ഉറപ്പിച്ചപ്പോ, നിന്റെ ജാഹിലിയ്യത്തിൽ സംഭവിച്ചു പോയതെല്ലാം പടച്ച റബ്ബ് നിനക്ക് പുറത്തു തന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സുമാമ, സംഭവിച്ചു പോയത് പടച്ച റബ്ബ് നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് സുമാമ. സുമാമത്ത് ബിൻ ഉസാല് തീർന്നില്ല, പ്രവാചകനോട് ചോദ്യങ്ങൾ ആവർത്തിക്കുകയാ. നബിയേ, ഞാൻ മക്കയിലേക്ക് ഉംറ ചെയ്യാനുള്ള യാത്രക്കിടയിലാണ് അങ്ങയുടെ സഹാബത്ത് എന്നെ പിടിച്ചുകൊണ്ടുവന്നത്. ഞാൻ ഉംറ ചെയ്യണോ നബിയേ, അതല്ല തിരിച്ചു ഞാൻ വീട്ടിലേക്ക് പോണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുമാമ, ജാഹിലിയ്യത്തിന്റെ ഉംറയല്ല നീ ചെയ്യേണ്ടത്. ലാത്തയും മുസ്സയും മനാത്തയും അടക്കം സ്ഥാപിക്കപ്പെട്ട കഅബ ശരീഫിന്റെ ചാരത്ത് പോയിട്ട് തവാഫ് ചെയ്യലല്ല ഉംറ. വിശുദ്ധമായ ഇസ്ലാമിന്റെ ഉംറയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമത്ത് ബിൻ ഉസാലിനെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുകയാ. അതുവരെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച സുമാമ, പെങ്ങളെ, വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്തോഷത്തില് കഅബ ശരീഫിന്റെ മത്താഫിലേക്ക്
തവാഫിലേക്ക് കടന്നു ചെല്ലുകയാ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ആദ്യമായിട്ട് കഅബ ശരീഫിന്റെ മത്താഫിൽ കയറി നിന്നിട്ട് തൽബിയത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു സഹാബിയെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ അതാരെന്നറിയോ? സയ്യിദുനാ സുമാമത്ത് ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു.